മോഡിജിയുടെ പ്രഭാവം, ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈൽ, മോഡിജി ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയെ കൊണ്ട് എത്തിച്ചത് മനസ്സിലായില്ലേ? വർഷക്കാലം കൊണ്ട് ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും ഒക്കെ തന്നെ മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തക അപർണ ദേവനുമായി നടത്തിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. താൻ ഉൾപ്പെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന രീതിയിൽ പ്രതികരിക്കുന്ന ദേവൻ, ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി എന്നതിനു പകരം ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന അപർണ, എല്ലാത്തിനുമൊടുവിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു എന്ന് പറഞ്ഞ് ദേവനിരിക്കുന്ന ഇരിപ്പും. സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ അഭിമുഖം ഇപ്പോൾ. നടൻ ദേവനെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷനായി നിയമിച്ചത്. കേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ച ദേവൻ പിന്നീട് ഇതിനെ BJPയിൽ ലയിപ്പിക്കുകയായിരുന്നു. BJPയിൽ എത്തിയയുടൻ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തന്നെ ദേവനെ കൊണ്ടുവരാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ദേവൻ BJPയുടെ സംസ്ഥാന നേതാവായതിനു പിന്നാലെ നടനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും ആരംഭിച്ചിരുന്നു. അടുത്തിടെ പാർട്ടി വിട്ട നടൻ ഭീമൻ രഘുവിന് പറ്റിയ പകരക്കാരനാണ് ദേവനെന്നാണ് പരിഹാസം. രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് പ്രാഥമിക അറിവുകൾ പോലുമില്ലാത്ത നടന്മാരെ നേതാക്കളാക്കുന്നത് BJPയുടെ പതിവാണ്. BJP വിട്ട് CPM അനുഭാവിയായ ഭീമൻ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾ ഇതിന് തെളിവാണ്. ഭീമൻ രഘുവിന് പറ്റിയ പകരക്കാരനാണ് ദേവൻ എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപർണയുമായുള്ള അഭിമുഖം. മാധ്യമപ്രവർത്തക അപർണയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരുങ്ങുകയും ഉത്തരം കിട്ടാതെ വലയുകയും ചെയ്യുന്ന ദേവൻ കാഴ്ചക്കാരെ ചിരിപ്പിക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന നേതാവാണെങ്കിലും RSSനെ കുറിച്ചുള്ള പ്രാഥമിക അറിവ് പോലും ഇല്ലാത്തയാളാണെന്ന് അഭിമുഖത്തിൽ നിന്നും വ്യക്തമാണ്. അപർണയുടെ തുടരെയുള്ള ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാതെ കുഴഞ്ഞ നടൻ പാർട്ടിയെയും അണികളെയും നാണക്കേടിലാക്കി. നടൻ എന്ന ഇമേജിൽ മാത്രം ദേവന് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാനാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള സുരേഷ് ഗോപിയുടെ മിടുക്ക് ദേവനില്ല. പ്രാസംഗികൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടു നേടാനുള്ള കഴിവുള്ളയാളുമല്ല ദേവൻ. എന്നാൽ സംഘടനാ പ്രവർത്തനത്തിൽ കൂടുതൽ ചുമതലകൾ നൽകിയാൽ BJPക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അഭിമുഖത്തിന് താഴെ ഭീമൻ രഘുവിന് പറ്റിയ പിൻഗാമിയായ ദേവൻ അപർണയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടു, RSSനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല, ഇങ്ങനെ പോകുന്നു കമന്റുകൾ. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ന്യായീകരിക്കുന്ന തിരക്കിൽ, കേന്ദ്ര സർക്കാരിന് ഹീറോ പരിവേഷം നൽകുന്നതിന്റെ തിരക്കിൽ ദേവൻ പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ നിരോധിച്ച കാര്യം പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാരാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ നിരോധിച്ചതെന്ന് ദേവൻ വ്യക്തമാക്കി. അതിന് പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ ഇവിടെ ആര് ന്യായീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അപർണ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ടും RSSും തമ്മിൽ വലിയ ദൂരമോ മാറ്റമോ ഒന്നുമില്ലെന്ന്. സവർക്കറുടെ അതേ രീതി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും പിന്തുടരുന്നതെന്നും അപർണ ദേവനോട് മറുപടിയായി പറഞ്ഞു. ഇറ്റ്സ് എ റോങ് ഇൻഫർമേഷൻ എന്നാണ് അപർണയോട് ദേവൻ തർക്കിച്ചത്. തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് സർ ഉള്ളത്? ഇറ്റ്സ് എ റോങ് കാൽക്കുലേഷൻ, റോങ് അപ്രോച്ച് എന്നല്ലേ ഞാൻ പറയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല എന്നും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടും RSSും എന്ന് അപർണ സ്ഥാപിച്ചെടുത്തു. ചുരുക്കി പറഞ്ഞാൽ അപർണ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം മണ്ടൻ ഉത്തരങ്ങൾ പറഞ്ഞ് താനൊരു മരമണ്ടനാണെന്ന് ദേവൻ തെളിയിക്കുന്ന കാഴ്ചയാണ് ആ അഭിമുഖത്തിലുടനീളം കാണാൻ സാധിക്കുക. RSSനെ വെള്ളപൂശി താൻ എത്തേണ്ടടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയാണ് സത്യത്തിൽ ദേവൻ ആ അഭിമുഖത്തിൽ കാണിച്ചത്. പക്ഷേ അപർണയുടെ പക്വതയോടെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ദേവന് സാധിച്ചില്ല. കൃത്യമായ നിലപാടുകളും വ്യക്തമായ ചോദ്യങ്ങളുമുള്ള അപർണയെപ്പോലൊരാളുടെ മുന്നിൽ ദേവൻ മന്ദബുദ്ധിയെപ്പോലെ ഇരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഈ അഭിമുഖത്തിന് താഴെയുള്ള കമന്റുകളാണ് ബഹുരസം. ഇത്രയ്ക്ക് വിവരദോഷിയായിരുന്നോ ദേവൻ? അറിഞ്ഞിരുന്നില്ല, ആരും പറഞ്ഞില്ല, ഇപ്പോൾ മനസ്സിലായി മണ്ടനാണെന്ന്. ദേവേട്ടാ, ഈ വിഡ്ഢിത്തമൊന്നും വിളമ്പിയിട്ട് കേരളത്തിൽ വില പോവില്ല. നമുക്ക് ഉത്തരേന്ത്യയിൽ തട്ടിവിടാം. പിന്നെ ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണ്ട എന്ന് ഉത്തരവിറക്കാം. ചരിത്രം മാറ്റി എഴുതാം. ഇങ്ങനെ പല സർക്കസുകളും കളിക്കാം. മിസ്റ്റർ ദേവൻ ഇത്ര വിവരദോഷിയാണെന്നുള്ള കാര്യം മനസ്സിലായി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.